ഇടുക്കി ചെറുതോണി ടൗൺ ഉൾപ്പെടുന്ന ജില്ലാ ആസ്ഥാന മേഖലയിൽ മത്സ്യങ്ങളിൽ മാരക രാസപദാർത്ഥങ്ങൾ ചേർത്ത വിൽപ്പന നടത്തുന്നുവെന്ന് ആരോപണം. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടെ ഇരട്ടിയിലധികം വിലയാണ് ഈടാക്കുന്നതെന്നും പരാതി ഉയർന്നു. വിഷയത്തിൽ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ ഇടപെടണമെന്നാണ് ആവശ്യം. നിലവിൽ വരുന്നതിനു മുൻപ് തന്നെ മത്സ്യങ്ങൾക്ക് ജില്ലാ ആസ്ഥാന മേഖലയിൽ ഇരട്ടിയിലധികമാണ് വിലവർധനവുണ്ടായത്. അതേസമയം തൊടുപുഴ, കാഞ്ഞാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വളരെയേറെ വിലക്കുറവിൽ മത്സ്യം ലഭ്യമായിരുന്നു. വ്യാപാരികൾ ആരോഗ്യ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുമായി ഒത്തുകളിച്ചാണ് ചെറുതോണി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മത്സ്യവിൽപ്പന പൊടിപൊടിക്കുന്നത്. മത്സ്യങ്ങളിൽ രാസപദാർത്ഥങ്ങളും വിഷാംശവും കലർത്തിയാണ് വിൽക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. അഴുകി തുടങ്ങിയ മത്സ്യങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങൾ കലർത്തിയാണ് വിൽക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ PK ജയൻ പറയുന്നു. 5-6 മാസക്കാലമായിട്ട് ജില്ലാസ്ഥാന മേഖലയിൽ മീൻ കച്ചവടം ചെയ്യുന്ന മീനുകൾ വളരെ മോശം എന്നൊന്നുമല്ല, ചെറിയ പഴകിയ മീനുകളൊന്നുമല്ല, അത്ഭുതകരമായിട്ട് ആൾക്കാരൊക്കെ രക്ഷപ്പെടുന്നത് മരണത്തിൽ പോലും ഛർദിയും വയറിളക്കമൊന്നും അല്ല, മാരകമായ ബന്ധപ്പെട്ട അധികാരികൾ ജില്ലാസ്ഥാനത്ത് അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. വളരെ മാരകമായ വിഷം ചേർത്ത മീനുകളാണ് ഇവിടെ വിൽക്കുന്നത്. വില 250 രൂപ, 300 രൂപ. തൊടുപുഴ ഒരു 100 രൂപ 50 രൂപയ്ക്ക് കിട്ടുന്ന മീൻ, അത് നല്ല മീൻ. ഇവിടെ 250 രൂപ, 300 രൂപ. കഴിഞ്ഞ ദിവസം ചെറുതോണിയിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മത്സ്യം വാങ്ങി കഴിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും തുടർന്ന് ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. വിഷയം ആരോഗ്യ വകുപ്പിൽ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ട്രോളിംഗ് ഏർപ്പെടുത്തിയതിനാൽ മത്സ്യം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് മത്തി ഉൾപ്പെടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾ പോലും 250-ലേറെ രൂപയ്ക്ക് വിൽക്കുന്നത്. അതോടൊപ്പം കോഴി 160 മുതൽ 180 വരെ രൂപയ്ക്കാണ് വിൽക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും വില നിയന്ത്രിക്കുന്നതിനായി യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.